ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ സംരക്ഷണം. അപ്പോൾ മാധ്യമത്തിലല്ല, ചില മാധ്യമങ്ങൾക്ക് എൻ്റെ ചോര കുടിച്ചേ തീരുള്ളെന്നുണ്ട്. അവർക്കൊക്കെ ദൈവം ശിക്ഷ കൊടുത്തില്ലേ? ഞാനൊന്നും കൊടുത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, പൊട്ടിയെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. പോയിക്കോട്ടെ. പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത്ര ഭൂഷണമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോഴും ചില സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് വൈദികരടക്കമുള്ള ആളുകൾ, അവരവരുടെ സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികളായവരെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരുടെ പ്രാധാന്യം എടുത്തു പറയുക, അങ്ങനെ ചെറിയ കുറെ കാര്യങ്ങൾ ചെയ്യുക. ലത്തീൻ സഭയെ അടക്കമുള്ള ആളുകൾ കൊച്ചി മേയർക്കൊക്കെ കഴിഞ്ഞ ഇപ്പൊ വരാപ്പുഴ അതിരൂപത അവരുടെ പ്രതിനിധികളായിട്ടുള്ളവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ സാമുദായിക സംഘടനകൾ പലരും വിഘടിച്ച് ഈ രാഷ്ട്രീയത്തിൽ വ്യക്തമായി ഇടപെടുത്തുന്നുണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് പറഞ്ഞാൽ കാലഘട്ടം മാറി. ഇപ്പൊ സാമുദായിക സംഘടനകൾക്കും ഏറെ പ്രസക്തിയുള്ള കാലഘട്ടമായി മാറി. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഒരു സാമുദായിക സംഘടന ഇടപെടാതെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ വിട്ട് അത് മുമ്പോട്ട് പോകാൻ നല്ലതെന്നുള്ളത് ശരിയെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പണ്ടത്തേക്കാളും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്ക് പോലും വോട്ട് കൊടുപ്പിക്കുന്ന രീതിയിൽ പോലും പല സമുദായ നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല, ചില സമുദായങ്ങൾ പറയും ഞങ്ങൾക്ക് അവിടെ പ്രാതിനിധ്യം കിട്ടിയില്ല. ഇപ്പം തന്നെ ചില സഭകൾ പറഞ്ഞിരിക്കുന്നത് ലത്തീനവിടെ കിട്ടിയില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തതായി ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചില പ്രസ്താവനകൾ കാണുന്നുണ്ട്. ഇങ്ങനെ പല സമുദായങ്ങളും പല രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു. മാത്രമല്ല, ഇന്ന് സമുദായങ്ങൾ, സംഘടനകൾ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിലൂടെ അവരുടെ ആധിപത്യം നേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ടിങ്ങനെയായിരുന്നോ? ജാതിയും മതവും വർഗവും പറഞ്ഞുകൊണ്ടൊന്നും വോട്ടുപിടുത്തൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ജാതി സംഘടനകളായി, ജാതി പാർട്ടികളായി, അങ്ങനെ ജാതി നേതാക്കന്മാരായി, അതിൽ ജാതി ആത്മീയ നേതാക്കന്മാരായി അവരെല്ലാം അവരുടേതായ അണികൾക്ക് വോട്ട് മേടിക്കാനും സ്ഥാനാർത്ഥിയാക്കാനും പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാനോ? അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ വോട്ട് കൂടിയിരിക്കും. എല്ലാ പ്രാവശ്യവും കൂടാറുണ്ട്. ഇത്തോടെ കൂടും, പിന്നെ കൂടും. അതിൻ്റെ SNDP യോഗത്തിൻ്റെ അഭിപ്രായം പറയും. സാധാരണ സമുദായ സംഘടനകളൊക്കെ അവർക്ക് സ്ഥാനാർത്ഥികളെ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. SNDP അത്തരത്തിലുള്ള ആവശ്യം വല്ലതും മുന്നോട്ട് വെക്കുമോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായ എന്ന നിലയിൽ ആരെയും സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാനോ അതിനുവേണ്ടി രാഷ്ട്രീയക്കാർക്ക് വിലപേശാനോ ഒന്നും ഞങ്ങളാരും ഒരിക്കലും പോകാൻ പോകില്ല. ശരി, താങ്ക് യു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. പിണറായി വിജയൻ മൂന്നാമത് വരാൻ വ്യക്തമായ സാധ്യതയുണ്ട്, മൂന്നാമതും അധികാരത്തിൽ വരാൻ വ്യക്തമായ സാധ്യതയുണ്ടെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സർക്കാരിനെക്കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമില്ല. BJPക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വലിയ മുന്നേറ്റം നടത്തി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രമേ ഈ സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞാൽ ചർച്ച പോലും ഉണ്ടാകില്ല എന്ന കാര്യവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. SNDP ഐക്യം ഇപ്പോൾ വിഷയമല്ല, ഈ വിഷയത്തിൽ മാധ്യമ വിചാരണ ആവശ്യമില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.